I want to share my testimony before you, because no one knows my testimony. Everyone knows as Stephen Devasi, common TV-ൽ വരുന്ന ഭയങ്കര ആഷ് പൂഷായി ടീഷർട്ടും ജീൻസും ഷൂ എല്ലാം ഇട്ട് അതിൻ്റെ പിന്നിൽ വലിയ 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 കഥകളും വലിയൊരു അനുഭവമുണ്ട്. There is an experience behind me. Because of my parents I am living, and because of Jesus I was here, and I know that God chose the least. That's why I'm here. Praise the Lord. ഞാൻ വേറെ പാട്ടാണ് ഉദ്ദേശിച്ചത്, but I think God is leading me into different thing, because I know where I came from. I came from nothing. ഒന്നുമില്ലായ്മയിൽ നിന്ന് നീ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹി പുത്രനെ തന്നു രക്ഷിച്ചു. നിന്ന നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, സ്തുതിച്ചിടുമെന്നും, നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഞാനൊരു സാധാരണക്കാരന് ആ കസേരയിലിരിക്കുന്ന ആ ഒരു പയ്യന്റെ പോലെയായിരുന്നു ഞാൻ. എനിക്ക് പഠിക്കാൻ ഐ എം ആൻ ആവറേജ് സ്റ്റുഡൻറ്. ഐ വാസ് നോട്ട് എ ബ്രില്യൻറ്റ് ബോയ്. ഐ വാസ് വെരി ആവറേജ്. ഞാൻ വളരെ ആവറേജ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. എന്നും ഒരു കാര്യം ഞാൻ നന്നായി ചെയ്യും, എൻ്റെ അമ്മ കാരണം. ഞാൻ സൺഡേ സ്കൂളിൽ പോകും, പറയണ ഒരു വാക്ക് എങ്ങനെയും പേടിച്ച് പഠിക്കും. കാരണം ഡാഡി ചീത്ത പറയും, മമ്മി ചീത്ത പറയും, പാസ്റ്ററും ചീത്ത പറയും. അങ്ങനെയായിരുന്നു ഞാൻ. എനിക്കറിയാം, ഞാൻ എന്നെപ്പറ്റി ചിന്തിക്കാറൊന്നുമില്ല. ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. ഐ ഹാവ് നോട്ട് ഡിസൈഡഡ് എനിത്തിങ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ജീവിതം. സ്കൂളിലും എന്നും ഓരോരോ അടി എനിക്ക് എന്തെങ്കിലും പറഞ്ഞ് കിട്ടും. ഒന്നെങ്കിൽ യൂണിഫോം മര്യാദയ്ക്ക് പോകില്ല, ഇംഗ്ലീഷ് സംസാരിക്കില്ല. അവിടെ ഞങ്ങളുടെ സ്കൂളിൽ ഇംഗ്ലീഷാണ്. 25 പൈസ ഒരു വാക്കിന്. ഞാൻ എന്തായാലും ഒരു 5 രൂപ ചിലവാക്കണം ഒരു ദിവസം. അതായിരുന്നു എൻ്റെ 10ാമത്തെ വയസ്സിൽ ഐ ഹാഡ് എ ഫീവർ. ആ ഫീവർ കുറച്ചൊരു സ്പെഷ്യൽ ഫീവർ ആയിരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റ് ആയിരിക്കും തോന്നി. കാരണം ദൈവം ഹീ സ്റ്റാർട്ടഡ് എന്നെ ഒരു ഓവനിലിട്ട് ബേക്ക് ചെയ്യാൻ തുടങ്ങി. ഹീ സ്റ്റാർട്ടഡ് ബേക്കിംഗ് മീ. But the disease was little dangerous. It was cancer. എല്ലാവർക്കും ഞാൻ കീബോർഡ് ഫാസ്റ്റ് ആയിട്ട് വായിക്കുമ്പോൾ that is a gift. Absolutely is a gift, because I am not from a musical family. After that ആ പനി വിടുന്നില്ല. It was getting very tougher and tougher. എൻ്റെ ഡാഡിയുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, you come back from Dubai, ഫ്യൂണറൽ നടത്താം, bring some money also. സോ എല്ലാ ഹോപ്പും പോയി. അന്നൊരു പാസ്റ്റർ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ വന്നു. ഞങ്ങളാരും ആ പാസ്റ്ററെ കണ്ടിട്ടില്ല. എല്ലാവരും വിഷമിച്ച് ഒരു 2 ദിവസം കൂടെ കിട്ടുമോ എൻ്റെ ഡാഡി വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പാസ്റ്റർ എന്ന് പറഞ്ഞു, ദിസ് ബോയ് ഈസ് ഗോൺ ട്രാവൽ പ്ലേസസ്. ദാറ്റ് ഈസ് ഗോഡ്. ദാറ്റ് ഈസ് ദ മെസ്സേജ്. അന്ന് എല്ലാവരും ഞെട്ടി. ഇതെന്താ, പാസ്റ്റർ ഈസ് ക്രേസി, പാസ്റ്റർക്ക് എന്തോ ചെറിയതായിട്ട് കുഴപ്പമുണ്ട്, ഇവിടെ കഴിയാറായി ഒരാൾ, ആൻഡ് ഹി ഈസ് ഗോയിങ് ടു ട്രാവൽ പ്ലേസസ്. ആ ഒരു മിനിറ്റിൽ ഐ തിങ്ക് ഐ ആം ഗെറ്റിംഗ് ക്യൂർഡ്. എൻ്റെ ബ്ലഡിൻ്റെ WBC started getting balanced, and from that moment ഡാഡി അന്ന് ഒരു പൈസ കൊടുന്നു എൻ്റെ ഫ്യൂണറിന്. അന്ന് എനിക്കൊരു ചെറിയൊരു കാസിയോ CT 600 കൊടുന്നു. I started practicing keyboard.
ദാറ്റ് ഈസ് സ്റ്റീഫൻ ദേവസി, നിങ്ങൾ ഈ മുമ്പിൽ കാണുന്നത്. അല്ലാതെ ഞാനൊരു മ്യൂസിക് എനിക്ക് എൻ്റെ ഫാമിലിയിലുള്ള ഒന്നുമില്ല. എനിക്കറിയാം ദ ഗ്രേറ്റസ്റ്റ് പേഴ്സൺ, ദ ഓൾ റൗണ്ടർ, ദ മൈറ്റി പവർ, ദാറ്റ് ഈസ് ജീസസ്.